RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് കൊച്ചിയിലെത്തും. ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ എന്താണ് അദ്ദേഹം പറയുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി RSS നിരവധിയായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ BJP കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട്. കേരളത്തിൽ RSSന് വലിയ പ്രാധാന്യമുണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എന്ന തരത്തിലുള്ള നിഗമനങ്ങളുള്ള സമയത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. നവമി, എന്ത് പ്രതീക്ഷിക്കണം? രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, തെരഞ്ഞെടുപ്പ് കാലമാണ്, RSS മേധാവിയുടെ വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. അതെ രഞ്ജിത്ത്, എന്തായാലും ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. അതിന്റെ താരപ്രചാരകരല്ല, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രധാനമന്ത്രി മുതൽ ഉള്ള ആളുകളെല്ലാം കഴിഞ്ഞ ഓരോ ദിവസങ്ങളായി കേരളത്തിലെത്തി വളരെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. CPM-നെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നു. ഇന്നലെയൊക്കെ അമിത്ഷാ അടക്കം വന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റക്കാരായവരെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് തന്നെ ജയിലിലടയ്ക്കും, CBI അന്വേഷണം പ്രഖ്യാപിച്ച് ജയിലിലടയ്ക്കും. അതുകൊണ്ട് BJPക്ക് NDA BJPക്ക് എന്ന ആഹ്വാനങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ 9:30 കൊച്ചിയിൽ RSSന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മോഹൻ ഭാഗവത് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നത്. അത് ബാലഗോകുലത്തിന്റെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം ഇത്തരത്തിൽ വളരെ RSSന്റെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്നെന്തായാലും അദ്ദേഹം പരിപാടിയിൽ 9:30 തന്നെയാണ് പരിപാടിയിലെത്തുക. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ കേരളത്തിൽ വളരെ ശക്തമായി തന്നെയാണ് BJP ഇത്തവണ, NDA ഇത്തവണ പ്രചാരണം കടുപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അത് തന്നെയാണ്, ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രധാനമന്ത്രിയിലും അമിത്ഷായിലും ഒക്കെ നമ്മൾ കണ്ടതും. ഇന്നും ജില്ലയിൽ തന്നെ വിവിധ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM-ന്റെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റേതായിക്കോട്ടെ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നും ജില്ലയിൽ സജീവമായി നിൽക്കുകയാണ്. ഇന്ന് 3 ദിവസം മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണങ്ങളും ഇന്ന് മോഹൻ ഭാഗവത് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.